അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ സി പി ആർ എന്താണെന്നും പിവറ്റ് എന്താണെന്നും അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ നമ്മുടെ ട്രേഡിംഗ് വ്യൂവിലും അതുപോലെ തന്നെ ഷെറോദ അപ്സ്റ്റോക്ക് തുടങ്ങിയ പ്ലാറ്റ്ഫോമിൽ അത് ഐ ക്യു ചാർട്ട് ഉപയോഗിച്ചിട്ടുമൊക്കെ എങ്ങനെ നമുക്ക് പ്ലോട്ട് ചെയ്യാമെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇനി സി പി ആർ ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ സ്ട്രാറ്റജീസിലോട്ട് കടക്കുകയാണ്. സി പി ആർ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ഒരു ടൂളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ പ്രോഫിറ്റ് റൈഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ പൊസിഷൻ എങ്ങനെ എന്താ പറയുക അപ്സ്റ്റേ റൈഡ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്താ പറയുക ട്രയൽ ചെയ്യാമെന്ന് നോക്കാം. പ്രോഫിറ്റ് എങ്ങനെ ട്രയൽ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ രണ്ട് സാധ്യതകൾ അല്ലെങ്കിൽ രണ്ട് സ്ട്രാറ്റജീസ് ഇതിലുണ്ട്. ഒന്നെന്ന് പറയുന്നത് സി പി ആറിന് മേളിൽ എൻട്രി എടുത്തിട്ട് റൈഡ് ചെയ്യുക. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് സി പി ആറിനടുത്ത് ഒരു പുൾ ബാക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു റീട്രേസ്മെൻറ്റ് വരുമ്പോൾ ഒരു എൻട്രി എടുക്കുക, മറ്റുള്ള ഫാക്ടേഴ്സ് കൂടെ കൺസിഡർ ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കാര്യത്തിലോട്ട് കിടക്കാം. ഇത് വളരെ ഞാൻ തിയറി വളരെ കുറച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ചു സി പി ആർ ഈസ് സെൻട്രൽ പിവറ്റ് റേഞ്ച് വിച്ച് ഈസ് നത്തിങ് ബട്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ് ഓൺ അവർ ചാർട്ട്സ്. നമ്മൾ സി പി ആറിനെ കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഞാൻ ഇനി അതിലോട്ട് പോകുന്നില്ല. അപ്പോൾ നമ്മൾ സി പി ആറിന് പ്രധാനമായിട്ടും 3 കോമ്പണൻസ് ഉണ്ട്: പിവറ്റ്, ബോട്ടം സി പി ആർ, ടോപ്പ് സി പി ആർ. ഓക്കെ, എനിവേ ദീസ് വാല്യൂസ് ആർ ഡിറൈവിങ് ഔട്ട് ഓഫ് ദി അണ്ടർലൈങ് സ്റ്റോക്സ് ഹൈ ലോ ക്ലോസ്. എനിവേ നമ്മളിത് കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞ കാര്യങ്ങളാണ്, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. മുന്നത്തെ ദിവസത്തെ അല്ലെങ്കിൽ മുന്നത്തെ വീക്കിലെ അല്ലെങ്കിൽ മുന്നത്തെ മന്തിൻ്റെ ഹൈ ലോ ക്ലോസ്, HLC ഹൈ ലോ ക്ലോസ്, ഇതിൻ്റെ ഒരു ആവറേജ് വെച്ചിട്ടാണ് നമ്മൾ സി പി ആർ അല്ലെങ്കിൽ പിവറ്റ് കാണുന്നത്. അപ്പോൾ പിവറ്റിനെ തന്നെ വീണ്ടും നമ്മൾ കീറി മുറിക്കുന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക, അതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ സി പി ആർ സെൻട്രൽ പിവറ്റ് റേഞ്ചിൻ്റെ സെൻട്രൽ ബേസ് ചെയ്തിട്ട് ഉള്ള ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ടൂൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞതിൻ്റെ മറ്റു ചില ഒരു എന്താ പറയുക കുറച്ച് ഡീപ്പായിട്ടുള്ള ഇൻഫർമേഷൻ ആണെന്നേ ഉള്ളൂ. നമുക്കിനി ഓക്കെ, ഈ ഒരു നമുക്ക് സ്ട്രാറ്റജീസിലോട്ട് ഡയറക്റ്റ് കടക്കാം. ഫൈൻഡ് ആൻ അപ് ട്രെൻഡ് സ്റ്റോക്ക്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നമ്മൾ പിവറ്റ് എല്ലാവർക്കും അറിയാം, ഹൈ ലോ ക്ലോസ് അതിൻ്റെ ആവറേജ് ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് ഫോളോ ചെയ്യുന്നവർ വളരെ കുറവാണ്. ഒരു പക്ഷേ നിങ്ങളും അത് ഫോളോ ചെയ്തിട്ടുണ്ടാവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് റീഡ് ഇറ്റ് 10 ടൈംസ്. ഫൈൻഡ് ആൻ അപ് ട്രെൻഡ് സ്റ്റോക്ക്. ഞാൻ വായിക്കാം. ഫൈൻഡ് ആൻ അപ് ട്രെൻഡ് സ്റ്റോക്ക്. അപ് ട്രെൻഡിലുള്ള ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ സ്റ്റോക്ക് കണ്ടുപിടിക്കുക. എഗെയിൻ ഫൈൻഡ്, അത് എഴുതി വെച്ചിരിക്കുക. റൈറ്റ്, ഓക്കെ. അതിനുശേഷം നമ്മൾ ഹെക്കിനാഷി ചാർട്ടാണ് ഉപയോഗിക്കേണ്ടത്. ക്യാൻഡിൽ സ്റ്റിക്സിന് പകരം ഹെക്കിനാഷിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അത് പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. നമ്മുടെ ക്യാൻഡിൽസ് ഓപ്റ്റ് ചെയ്യുന്നിടത്ത് തന്നെ ഹെക്കിനാഷി ഉപയോഗിക്കുന്നതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. എനിവേ, നമ്മൾ അടുത്ത സ്ലൈഡിൽ അത് കാണാം എങ്ങനെയാണ് എടുക്കുന്നതെന്ന്. ഇത് നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കുക പറ്റുവാണെങ്കിൽ, ഒന്നെങ്കിൽ ഈ പോർഷൻ എത്തുമ്പോൾ തന്നെ എഴുതി വെക്കുക. ഞാനൊരു എക്സൽ ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അത് ഷെയർ ചെയ്യാം, ലിങ്ക് ഷെയർ ചെയ്യാം. എനിവേ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് വി വിൽ ബി ഫൈൻഡിങ് എ സ്റ്റോക്ക് വിച്ച് ഈസ് ഇൻ അപ് ട്രെൻഡ്, അല്ലെങ്കിൽ എ സ്റ്റോക്ക് വിച്ച് റെസ്പെക്ട് ദി അപ് ട്രെൻഡ് and use Heikin-Ashi instead of candles. അത് സെക്കൻഡ് പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കറണ്ട് മന്ത് സി പി ആർ ഷുഡ് ബി എബോവ് ദ പ്രീവിയസ് മന്ത് സി പി ആർ. ഫോർ എക്സാമ്പിൾ, ഇതാണ് ഇപ്പോൾ ഈ മാസം മെയ് ആണ് ഞാനിപ്പോൾ എടുത്ത് ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. സോ നെക്സ്റ്റ് മന്ത് ജൂൺ എന്ന് വയ്ക്കുക. റൈറ്റ്, അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ഏകദേശം ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിൽക്കണം. അതായത് കറണ്ട് മന്ത് സി പി ആർ എന്ന് പറയുന്നത് പ്രീവിയസ് മന്ത് സി പി ആറിനേക്കാളും മേളിലായിരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് മേളിലാണ്. ഈ സി പി ആറിനെ അപേക്ഷിച്ചിട്ട് ഈ സി പി ആർ മേളിലാണ്. റൈറ്റ്, ഓക്കെ. അറ്റ്ലീസ്റ്റ് 1 or 2 ബാക്ക് ടു ബാക്ക് ഹയർ ഹൈ സി പി ആർ. ഇത് ഹയർ ഹൈ സി പി ആർ ആണ് അല്ലേ. ഈ സി പി ആർ എന്താ ലോ ആണ്, ഇത് ഹൈ ആണ്. അറ്റ്ലീസ്റ്റ് 1 or 2 ബാക്ക് ടു ബാക്ക് ഹയർ ഹൈ സി പി ആർ ആയിട്ട്, അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും ഹൈ ആയിരിക്കണം. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് നമ്മൾ ചാർട്ടിലെത്തുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അത് ക്ലാരിറ്റി കിട്ടും. ഇറ്റ് ക്യാൻ ബി അസെൻഡിങ് ഓർ ഡിസെൻഡിങ് സി പി ആർ. ഇതിപ്പോൾ നമ്മുടെ അസെൻഡിങ് ആണ്. ഇനി ഡിസെൻഡിങ് ആണെങ്കിൽ ഇങ്ങനെയാണ്, ഇവിടെ വന്നു, അടുത്ത് ഇവിടെ വന്നു,
അടുത്ത് വന്നു. അത് നമ്മൾ ഷോർട്ടിനാണ് ഉപയോഗിക്കുന്നത് അല്ലേ, ഷോർട്ട് സെല്ലിന് വേണ്ടി. ഇനി ഫ്യൂച്ചേഴ്സൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യും. എനിവേ നമ്മളിപ്പോൾ അതിലോട്ടൊന്നും പോകുന്നില്ല. നമ്മളിപ്പോൾ സ്വിങ് സാധാരണ നമ്മൾ ലോങ്ങിലാണ് എടുക്കുന്നത്, റൈറ്റ്. അപ്പോൾ നമ്മൾ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ്, അസെൻഡിങ് ആണെങ്കിൽ അപ് ട്രെൻഡ് ഉള്ളതാണ്, ഡിസെൻഡിങ് ആണെങ്കിൽ ഡൗൺ ട്രെൻഡിലുള്ള സ്റ്റോക്ക് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ലോങ് ഓൺ അസെൻഡിങ് സി പി ആർ ആൻഡ് ഷോർട്ട് ഓൺ ഡിസെൻഡിങ് സി പി ആർ. അതായത് അസെൻഡിങ് സി പി ആറിലാണ് നമുക്കൊരു സ്റ്റോക്കിൻ്റെ എൻട്രി കിട്ടുന്നതെങ്കിൽ നമ്മൾ അത് ലോങ് പോവും. ഇനി ഡിസെൻഡിങ്ങിലാണെങ്കിൽ ഷോർട്ട് പോവും. നമ്മളിപ്പോൾ ഡിസെൻഡിങ്ങിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ കൂടുതലും ബൈ സൈഡാണ് നോക്കുന്നത്, റൈറ്റ്. എൻട്രി ഷുഡ് ബി ഡ്യൂറിങ് ദ റീട്രേസ്മെന്റ് ബാക്ക് ടു ദ മന്ത്ലി സി പി ആർ. അതായത് ഈ ഒരു സ്റ്റോക്കിൻ്റെ എൻട്രി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, പ്രീവിയസ് കറണ്ട് മന്ത് സി പി ആർ ഉണ്ട്, പ്രീവിയസ് മന്ത് സി പി ആർ ഉണ്ട്. അപ്പോൾ സ്റ്റോക്കിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് തൊട്ട് മുന്നത്തെ മാസം തന്നെ സി പി ആറിന് മേളിൽ ക്ലോസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഈ മാസത്തെ സി പി ആർ, ഈ മാസത്തെ ക്യാൻഡിൽ, തുടക്കം മുതലുള്ള ക്യാൻഡിൽ അല്ലെങ്കിൽ ഈ മാസം എപ്പോഴെങ്കിലും ക്യാൻഡിൽ നമ്മുടെ കറണ്ട് മന്ത് സി പി ആറിനോട് അടുത്ത് ഒരു റീട്രേസ്മെൻറ്റ് കിട്ടുന്ന സമയത്ത് ആ ക്യാൻഡിലിൻ്റെ ഒരു സ്ട്രെങ്തും കാര്യങ്ങളും നോക്കി നമുക്ക് എൻട്രി എടുക്കാം. എനിവേ, നിങ്ങൾക്കിതിപ്പോൾ മനസ്സിലാവത്തില്ല, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് തിരിച്ച് ഈ സ്ലൈഡിലോട്ട് വരാം. ഓക്കെ, entry should be during the retracement back to the monthly CPR. Okay, and the stop loss below or above the monthly CPR or central pivot. Anyway, സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമ്മൾ അസെൻഡിങ് ആണെങ്കിൽ, ഐ മീൻ എന്താ പറയുക, നമ്മൾ സ്റ്റോക്ക് ലോങ്ങിലാണ് പോകുന്നതെങ്കിൽ നമ്മുടെ കറണ്ട് മന്തിൻ്റെ അല്ലെങ്കിൽ പ്രീവിയസ് മന്തിൻ്റെയോ സി പി ആറിന് താഴെ സ്റ്റോപ്പ് ലോസ് വയ്ക്കും. നമ്മൾ തിരിച്ച് ഈ സ്ലൈഡിലോട്ട് ഒരിക്കൽ കൂടെ വരാം. ഇത് കൂടുതലും പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഓക്കെ, ഇതിലിപ്പോൾ നമ്മൾ ടാറ്റ കെമിക്കൽസിൻ്റെ ഒരു 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 ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. ടാറ്റ കെമിക്കൽസിൻ്റെ ഇപ്പോൾ ഇവിടെ നമ്മൾ എൻട്രി എടുക്കത്തില്ല, കാരണം അത് സി പി ആറിന് താഴെയാണ്. ഇവിടെ നോക്കിയാൽ ഇവിടെ നിന്ന് എൻട്രി എടുക്കത്തില്ല, കാരണം തൊട്ട് മുന്നത്തെ മാസത്തെ സി പി ആർ എന്താ പറയുക, സി പി ആറിന് താഴെയാണ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മാസത്തെ സി പി ആർ കഴിഞ്ഞ സി പി ആറിനേക്കാളും താഴെയാണ്, അപ്പോൾ ഒരു ഡൗൺ ട്രെൻഡാണ്. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ ഈ ഒന്നാമത്തെ സി പി ആർ, അതായത് ഇത് ഒന്നാമത്തെ സി പി ആർ, ഇത് രണ്ടാമത്തെ സി പി ആർ. അപ്പോൾ ഈ സി പി ആറിൽ എന്താ പറയുക, സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് സി പി ആറിന് മുകളിലാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ മാസത്തെ സി പി ആർ, കഴിഞ്ഞ മാസത്തെ ക്ലോസിംഗ് ക്യാൻഡിൽ എബോ സി പി ആർ ആണ്, റൈറ്റ്, എബോ ആണ്. സോ നമുക്ക് ഇവിടെ ഒരു എൻട്രി കൺസിഡർ ചെയ്യാം. പക്ഷേ ആ എൻട്രി കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന് പറയുന്നത് അതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കുക, ബാക്ക് എൻഡിൽ റിസൾട്ട് നോക്കുക. സാധാരണ ടെക്നിക്കൽ എന്താ പറയുക, ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് എടുക്കുന്നവരാണെങ്കിൽ അത് നോക്കാറില്ല. തൽക്കാലം നോക്കുക അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കുക. അത്യാവശ്യം വോളിയം ഓക്കെയാണ്, പിന്നെ ഓൺ ബാലൻസ് വോളിയം കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. അത് നമുക്ക് ലൈവ് ചാർട്ട് എടുക്കുമ്പോൾ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എൻട്രി എടുക്കുകയാണെന്ന് വെച്ചോളൂ, കാരണം പ്രീവിയസ് സി പി ആർ എന്ന് പറയുന്നത് ഇതാണ്, റൈറ്റ്. അപ്പോൾ കറണ്ട് സി പി ആർ ഈസ് എബോ പ്രീവിയസ് മന്ത് സി പി ആർ ആൻഡ് ദ ക്യാൻഡിൽ ഈസ് ക്ലോസർ ടു ദി കറണ്ട് സി പി ആർ. അപ്പോൾ ഇതിനടുത്ത് ഒരു എൻട്രി നമുക്ക് കിട്ടി. അപ്പോൾ തന്നെ ഈ ഒരു ക്യാൻഡിൽ വന്നതിന് ശേഷം തന്നെ ഇതിനൊരു മിഡിലായിട്ട് അല്ലെങ്കിൽ ഇതിനോട് അടുത്തായിട്ടൊരു നമുക്കൊരു എൻട്രി കിട്ടുന്നു. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് കറണ്ട് മന്തിൻ്റെ തൊട്ട് താഴെ വയ്ക്കുന്നു, റൈറ്റ്. കറണ്ട് മന്തിന് തൊട്ട് താഴെ കുറച്ചുകൂടി സേഫായിട്ട് സ്റ്റോപ്പ് ലോസ് വയ്ക്കണമെന്നുള്ളവർക്ക് തൊട്ട് മുന്നത്തെ സി പി ആറിന് താഴെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം, റൈറ്റ്. എനിവേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ കറണ്ട് മന്ത് സി പി ആർ ഈസ് എബോ പ്രീവിയസ് മന്ത് സി പി ആർ ആൻഡ് വി ഹാവ് എ ക്യാൻഡിൽ വിച്ച് ഈസ് ക്ലോസർ ടു ദി കറണ്ട് മന്ത് സി പി ആർ ആൻഡ് we will be placing the stop loss below the current month CPR. That is one thing. അപ്പോൾ ഇവിടെ നമ്മൾ എൻട്രി എടുത്തു, അതിങ്ങനെ റൈഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെയായി, അത് വീണ്ടും ഇതിനെ റൈഡ് ചെയ്ത് തുടങ്ങി. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതിന് താഴെ വയ്ക്കും, അല്ലെങ്കിൽ തൊട്ട് മുന്നത്തെ സി പി ആറിന് മുകളിൽ വയ്ക്കും. ചെറിയ എന്താ പറയുക, ഇവിടെ നിന്ന് അത്യാവശ്യം ഇവിടേക്ക് എത്തി നമുക്ക് വേണമെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഈ സ്റ്റോപ്പ് ലോസ് വച്ചിട്ട് തന്നെ റൈഡ് ചെയ്യുക, റൈറ്റ്. അതിനുശേഷം ഇവിടെ എത്തിയതിന് ശേഷം നമ്മൾ വീണ്ടും അടുത്ത സി പി ആറിലോട്ട് കയറി. ഇവിടെ വെച്ച് തന്നെ ഒരു കാര്യം മനസ്സിലാക്കും, ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, ഈ സി പി ആറിനേക്കാളും വലുതാണ് ഈ സി പി ആർ, അതിനേക്കാളും മേളിലാണ് ഈ സി പി ആർ, അതിനേക്കാളും മേളിലാണ് ഈ സി പി ആർ, അതിനേക്കാളും മേളിലാണ് ഈ സി പി ആർ. അതെങ്ങനെ പോകുന്നത്? ഇവിടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടുത്തെ ഈ ഒരു ക്യാൻഡിൽ നമുക്ക് റൈഡ് ചെയ്ത് പോകാം. കാരണം ഈ സ്റ്റോപ്പ് ലോസ് ഇതുവരെയും ബ്രേക്ക് ചെയ്തിട്ടില്ല. അത് റൈഡ് ചെയ്ത് ഏകദേശം 400 വരെ പോയി, അല്ലെങ്കിൽ 450 വരെ പോയി.
അതാണ് ഇതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഏത് മാസത്തിലാണ് എടുക്കുന്നത്, ഈ മാസത്തിൽ നമ്മൾ എടുക്കത്തില്ല. കാരണം എന്താണ്, തൊട്ട് മുന്നത്തെ CPR ഈ CPR-നേക്കാൾ മേളിലാണ്, റൈറ്റ്. അപ്പോൾ നമ്മൾ അടുത്ത CPR നോക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ കറണ്ട് CPR. അപ്പോൾ തൊട്ട് മുന്നത്തെ CPR-നേക്കാൾ മേളിലാണ്. അതുപോലെ തന്നെ മികച്ച വോളിയം ഉണ്ട്. റിസൾട്ട് കൂടെ നോക്കുക. റിസൾട്ട് കൂടെ നോക്കിയതിന് ശേഷം നമ്മൾ ഇതിൽ എൻട്രി എടുത്തു. എന്നിട്ട് അത് മാക്സിമം റൈഡ് ചെയ്തു. കാരണം ഇവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെച്ചത് നമ്മൾ. അത് ഇവിടെ എത്തുമ്പോൾ സ്റ്റോപ്പ് ലോസ് ഇവിടെ തന്നെ വയ്ക്കുക. ചെറിയൊരു സ്റ്റോപ്പ് ലോസേ വരുന്നുള്ളൂ. അത് തിരിച്ച് ഇവിടെ കയറുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ കൊണ്ടുവയ്ക്കുക, റൈറ്റ്. അപ്പോൾ ഇവിടെയും കയറി തിരിച്ച് ഇവിടെ എത്തി. ഇവിടെ എത്തുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ കൊണ്ടുവയ്ക്കുക. ഇവിടെ എത്തിയതിന് ശേഷം നമ്മൾ റൈഡ് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ കൊണ്ടുവരിക. ഓക്കെ, അതായത് ഇപ്പോൾ ഉള്ള CPR-ൻ്റെ മുന്നിലുള്ള മുന്നിലുള്ള പ്രീവിയസ് CPR-ൻ്റെ താഴെ മാത്രം സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. അതായത് ഇപ്പം നമ്മളിപ്പം ഇവിടെയാണ് നിൽക്കുന്നത് വയ്ക്കുക. അപ്പോൾ ഇത് ഇപ്പോൾ ഇന്നത്തെ ദിവസം ഇതാണെന്ന് വയ്ക്കുക, റൈറ്റ്. ഇന്നത്തെ ദിവസം ഇതാകുമ്പോൾ തൊട്ട് മുന്നത്തെ CPR-നേക്കാളും വലുതാണ് ഈ ഇപ്പോൾ കറണ്ട് CPR. ഇതാണ് നമ്മുടെ കറണ്ട് CPR എന്ന് വയ്ക്കുക. അതുപോലെ തന്നെ ക്യാൻഡിൽ CPR-ൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തു. സോ ദാറ്റ്സ് ഗുഡ്. നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം, അല്ലെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഞാൻ പറയുന്നത് ഇവിടെ നമ്മൾ എൻട്രി എടുത്തുള്ള കാര്യമാണ്. അത് റൈഡ് ചെയ്ത് ഇവിടെ എത്തി. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇവിടെ കൊണ്ടുവയ്ക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ വയ്ക്കുന്നു. അത് വീണ്ടും സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ചെയ്തില്ല, തിരിച്ച് വീണ്ടും പോയി. അപ്പോൾ സ്റ്റോപ്പ് ലോസ് വീണ്ടും നമുക്ക് ഇവിടെ വയ്ക്കാം, അല്ലെങ്കിൽ ഇവിടെ വയ്ക്കാം. എനിവേ എന്തായാലും പ്രോഫിറ്റായി. ഒരുപക്ഷെ ഇത് ഇവിടെ പൊട്ടിയാൽ ഇവിടെ അങ്ങ് പോകും. ഇതുവരെ പൊട്ടിയിട്ടില്ല. അത് തിരിച്ച് വീണ്ടും റൈഡ് ചെയ്യുക. അങ്ങനെ തൊട്ട് ഈ കറണ്ട് CPR-നേക്കാൾ തൊട്ട് മുന്നിലുള്ള CPR-ൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. ഇനി അപ്പോൾ നിങ്ങൾ വിചാരിക്കും പഴയ ചാർട്ട് നോക്കി നമുക്ക് പളപള അടിക്കാൻ വലിയ എളുപ്പമാണെന്ന് വിചാരിക്കും, റൈറ്റ്. എനിവേ നമ്മൾ ലൈവ് ചാർട്ടിലോട്ട് പോവാം. ഇതൊക്കെയാണ് ക്ലിയർ ചെയ്യാം. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അഗെയിൻ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ ഈ കോഴ്സ് എടുക്കുന്നവരെ ഞാൻ നമ്മുടെ എന്താ പറയുക പ്രൈം ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യും. അതൊരു 3 months നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും. ഒരു എക്സസൈസ് ചെയ്യാനും നമ്മുടെ ലൈവ് ചാറ്റ് അനലൈസ് ചെയ്യാനും നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി ഒരു 3 months നിങ്ങൾക്ക് അവിടെ എൻട്രി ഉണ്ടായിരിക്കും, റൈറ്റ്. അപ്പോൾ നമുക്ക് എന്താ പറയുക കുറച്ച് ലൈവ് ചാർട്ടുകൾ അവിടെ ഡിസ്കസ് ചെയ്യാം. ഇവിടെയും ഇപ്പോൾ ഡിസ്കസ് ചെയ്യും. സ്റ്റിൽ നിങ്ങൾക്ക് ഒരു ചാൻസ് കൂടി ഉണ്ടാവും ഇത് കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് മനസ്സിലാക്കാനായിട്ട്, റൈറ്റ്. അപ്പോൾ നമ്മൾ എന്താ പറയുക അടുത്തതിലോട്ട് പോകുന്നു. ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ CPR എടുക്കാനൊക്കെ പഠിച്ചു. ട്രേഡിംഗ് വ്യൂവിൽ പോവുകയാണെങ്കിൽ എന്താ പറയുക ഇൻഡിക്കേറ്റേഴ്സിൽ പോയിട്ട് CPR/kgs എടുക്കുന്നു. നമ്മുടെ സെറ്റിങ്സ് നേരത്തെ പറഞ്ഞതുപോലെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് ഒക്കെ സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇപ്പോൾ ഇതിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുകയാണെന്ന് വയ്ക്കുക. ഇവിടെ നമ്മൾ എൻട്രി എടുക്കത്തില്ല. കാരണം എന്താണ്, CPR-ന് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പ്രീവിയസ് CPR എന്ന് പറയുന്നത് കറണ്ട് CPR-ന് മേളിലാണ്. അത് പറ്റത്തില്ല. കറണ്ട് CPR എപ്പോഴും മേളിലായിരിക്കണം, അല്ലേ. അപ്പോൾ ഇവിടെയും നമ്മൾ എടുക്കത്തില്ല. ഇവിടെ നമ്മൾ എടുക്കുമെന്ന് വെച്ചാൽ ഇല്ല. കാരണം ഈ ലാസ്റ്റ് ക്യാൻഡിൽ ഇവിടെ അത് ക്ലോസ് ചെയ്തിട്ടില്ല, റൈറ്റ്. കാരണം ഇത് രണ്ടും ക്ലോസ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എൻട്രി ഒഴിവാക്കുക. ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ ഫസ്റ്റ് ക്യാൻഡിൽ ഏകദേശം ഇവിടെ വന്നിട്ടുണ്ടല്ലേ, ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് CPR എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ കറണ്ട് CPR, റൈറ്റ്. അപ്പോൾ പ്രീവിയസ് CPR ഇപ്പോഴത്തെ CPR-ൻ്റെ താഴെയാണ്. അപ്പോൾ അത് ക്ലിയർ ആണ്. അതുപോലെ ഇതിനടുത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് വയ്ക്കാം, റൈറ്റ്. ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നു. ഇത് റൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതാണ്. അതിനുശേഷം ഇതുവരെയും പൊട്ടിയിട്ടില്ല, തിരിച്ച് മാക്സിമം പോകുന്നു. അപ്പോൾ ഇവിടെ ഈ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇങ്ങോട്ട് വയ്ക്കാം. എന്നിട്ട് ഇത് തിരിച്ച് വീണ്ടും ഇവിടെ എത്തുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇങ്ങോട്ട് മാറ്റുന്നു, റൈഡ് ചെയ്യുന്നു. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ CPR വെച്ചിട്ട് നമ്മുടെ പ്രോഫിറ്റ് റൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മികച്ച എൻട്രി എടുക്കുന്നത്, റൈറ്റ്. ഇനി ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ലൈവ് ചാർട്ടിലോട്ട് പോവാം. നമ്മുടെ യൂട്യൂബ് ചാനലിലും ടെലിഗ്രാമിലും ഒക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഒരു സ്റ്റോക്കാണ് ഭാരത് ഇലക്ട്രോണിക്സ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ പഴയ ചാർട്ട് നോക്കി വെറുതെ ബ്ലബ്ല പറയുന്നതല്ല. ഇത് ഒരു ലൈവ് എക്സാമ്പിളാണ്. ഇപ്പോൾ ചാർട്ട് നിൽക്കുന്നതും ഇവിടെയാണ്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ CPR ബേസ്ഡ് സ്ട്രാറ്റജിയിൽ ഉപയോഗിക്കേണ്ട ചാർട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാറ്റേൺ എന്ന് പറയുന്നത് ഹെക്കിനാഷി ആണ്.
ഹെക്കിനാഷി ചാർട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻഡിൽസ് ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ ചെയ്യുമ്പോൾ ചാർട്ട് എടുക്കേണ്ടത് ഹെക്കിനാഷിയാണ്. ഓക്കെ, ഹെക്കിനാഷി പാറ്റേൺ ആണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. അതൊന്ന്. രണ്ടെന്ന് പറയുന്നത് എന്താ പറയുക, CPR സെലക്ട് ചെയ്യുക. ഓക്കെ, സെറോഥയിലാണെങ്കിൽ വേറൊരു മെത്തേഡാണ്. എന്താ പറയുക, ഈ ഒരു ട്രേഡിംഗ് വ്യൂവിലാണെങ്കിൽ നമുക്കൊരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള, ഇപ്പോൾ KGS ഡെവലപ്പ് ചെയ്തിട്ടുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു CPR, വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു CPR ആണ്. റൈറ്റ്. അപ്പോൾ ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം നമ്മൾ ഇവിടെ വെച്ച് എടുക്കുന്നത് വയ്ക്കുക. ഓക്കെ, ഇപ്പം ഞാനിപ്പോൾ ഇവിടെ വെച്ചൊരു എൻട്രി എടുക്കുന്നു. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ CPR അനുസരിച്ചിട്ട് ഒരു എൻട്രി കിട്ടുന്ന എവിടെയാണെന്ന് നോക്കാം. നമുക്ക് ഏകദേശം ഇവിടെ ഇവിടെ വന്നിട്ട് നമുക്കൊരു എന്താണ് നമ്മുടെ എന്താ പറയുക, ഈ ഒരു മന്ത് എടുക്കുകയാണെങ്കിൽ, ഈ ഒരു മന്താണ് നമ്മൾ ബേസാക്കി എടുക്കുന്നതെങ്കിൽ തൊട്ട് മുന്നത്തെ CPRനേക്കാളും മുന്നിലാണ്. പക്ഷെ അത് ജസ്റ്റ് ക്ലോസ് ആയി നിൽക്കുവാണ്. പക്ഷേ ഒരു എന്താ പറയുക, വോളിയവും മറ്റു കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഈ മാസത്തെ CPR തൊട്ട് മുന്നത്തെ CPRനേക്കാളും മേളിലാണ്. അതുപോലെ തന്നെ ക്യാൻഡിൽസ് സ്ട്രോങ് ആണ്. ഇതിന് മേളിലായിട്ട് നമുക്ക് ക്യാൻഡിൽസ് കിട്ടിയിട്ടുണ്ട്. റൈറ്റ്. അപ്പോൾ അത് റൈഡ് ചെയ്യുക. നമുക്ക് തൊട്ട് മുന്നത്തെ അല്ലെങ്കിൽ ഇവിടുത്തെ രണ്ട് CPR ഓൾമോസ്റ്റ് സ്റ്റോപ്പ് ലോസ് സെയിം ആയിട്ട് വയ്ക്കാം. തൊട്ട് മുന്നത്തെ CPRും തൊട്ട് മുന്നത്തെ മന്ത്ലി CPRും ഈ ഒരു CPRും ഓൾമോസ്റ്റ് ക്ലോസ് ആയി വരുന്നു. അപ്പോൾ ഇവിടെ ഒരു എൻട്രി എടുത്തതിന് ശേഷം ഇവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക, അത് റൈഡ് ചെയ്യുക. ഓക്കെ, അതിപ്പോൾ ഇവിടെ എത്തിയെന്ന് വയ്ക്കുക. ഇനി നമ്മൾ ഇവിടെയാണ് ഒരു എൻട്രി എടുക്കാൻ നിൽക്കുന്നത് നോക്കുക. ഓക്കെ, ഈ കേസിൽ നമ്മൾ ഇവിടെ എൻട്രി എടുത്തു, അതിവിടെ റൈഡ് ചെയ്യുന്നു. ഇവിടെ എത്തുമ്പോൾ തന്നെ ഈ സ്റ്റോപ്പ് ലോസിനെ വേണമെങ്കിൽ ഇങ്ങോട്ട് മാറ്റാം, അല്ലെങ്കിൽ ഇത് വെച്ച് തന്നെ റൈഡ് ചെയ്യാം. ഓക്കെ, ഇനി ഈ സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇങ്ങോട്ട് മാറ്റി നിൽക്കുക. കാരണം നമ്മളിവിടെ എൻട്രി എടുത്തു, ഈ സ്റ്റോപ്പ് ലോസ് ഇങ്ങോട്ട് മാറ്റി. ഈ ഒരു കോള് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ആൾറെഡി കൊടുത്തിട്ടുള്ളതാണ്. നിങ്ങളതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതിലുണ്ടായിരിക്കും. അത് ഒന്ന് റെഫർ ചെയ്യുക. നമ്മൾ മൾട്ടിപ്പിൾ സ്വിംഗ് എൻട്രി എടുത്തിട്ടുണ്ട്. അതിലൊന്നായിരുന്നു ഏകദേശം 95, അതുപോലെ തന്നെ 96 ആ ലെവലിൽ എടുത്തത്. അപ്പോൾ ഇവിടെ നമ്മൾ എൻട്രി എടുത്തു, അത് റൈഡ് ചെയ്തു. അപ്പോൾ ഈ ഒരു CPRന് താഴെ നമ്മൾ സ്റ്റോപ്പ് ലോസ് കയറ്റി വെച്ചു. ഓക്കെ, അതിനുശേഷം അത് വീണ്ടും റൈഡ് ചെയ്യുന്നു. ഓക്കെ, അത് റൈഡ് ചെയ്ത് അടുത്തൊരു മാസം, ഇപ്പോൾ ഏതാണ്, മെയ് അല്ലേ? അതെ, മെയ് ആണ്. അടുത്ത് ജൂൺ ആകുമ്പോൾ ഇവിടെ ഒരു CPR ഒന്ന് നിൽക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതിന് മേളിലാവുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇങ്ങോട്ട് റൈഡ് ചെയ്യുക. ഇനി അതുകൂടി കുറച്ചുകൂടി കഴിഞ്ഞ് പോവുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ CPR ബേസ്ഡ് സ്ട്രാറ്റജി. അപ്പോൾ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒരു ചെക്ക് ലിസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു സ്റ്റോക്ക് എടുത്തു. അപ്പോൾ സ്റ്റോക്ക് എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് സ്കാനേഴ്സൊന്നും അത്ര ക്ലിയർ കട്ടായിട്ടുള്ള സ്കാനേഴ്സ് ഇല്ല. ഞാൻ തന്നെ ഒരുപാട് സ്കാനേഴ്സ് റെഫർ ചെയ്തിട്ടാണ് സ്റ്റോക്കുകൾ പിക്ക് ചെയ്യുന്നത്. ആദ്യം എന്താ പറയുക, ഈ പറയുന്ന ചെക്ക് ലിസ്റ്റിലൂടെ പോവാം നമുക്ക് ആദ്യം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്തു. ഇപ്പോൾ ടാറ്റ പവർ. റൈറ്റ്. ഞാൻ ആദ്യം പല കാര്യങ്ങൾ നോക്കാറുണ്ട്. ഇപ്പോൾ എന്താ പറയുക, സ്ക്രീനേഴ്സിലാണെങ്കിൽ ഇപ്പോൾ അതിൽ റിസൾട്ട് ഉണ്ട്. വെർ ഇസ് റിസൾട്ട്? ഓക്കെ, ഞാൻ അതിൻ്റെ ഒരു ലിങ്ക് നിങ്ങൾക്ക് തന്നേക്കാം. ലേറ്റസ്റ്റ് റിസൾട്ടായിട്ടുള്ള ലേറ്റസ്റ്റ് ക്വാർട്ടേർലി റിസൾട്ടുള്ള ഒരു സ്ക്രീനറാണ്. ഞാൻ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്തേക്കാം. അതിൽ നോക്കുക. അതിലിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ കുറച്ച് സ്റ്റോക്കുകൾ നോക്കുമ്പോൾ ടാറ്റ പവർ എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയതാണ്. ടാറ്റ പവർ ഓക്കെ, ടാറ്റ പവർ ഇയർ ഓവർ ഇയർ ജസ്റ്റ് ഒരു പ്രോഫിറ്റ് ഡിപ്പായിട്ടുണ്ടെങ്കിൽ ബാക്കിയൊക്കെ EPSും അതുപോലെ തന്നെ സെയിൽസും എബിറ്റയൊക്കെ അത്യാവശ്യം മികച്ചതാണ്. അതുകൊണ്ട് ഞാൻ അത് സെലക്ട് ചെയ്തു. അങ്ങനെ ടാറ്റ പവറിൻ്റെ കേസ് ഓക്കെ, ടാറ്റ പവർ എടുക്കുകയാണെങ്കിൽ വേർ ഇറ്റ് ഈസ് ഓക്കെ, ഇവിടെ നമ്മളിപ്പോൾ ടാറ്റ പവറാണ് സ്റ്റോക്ക് സെലക്ട് ചെയ്തത്.
അവിടെ അതിൻ്റെ വോളിയം അത്യാവശ്യം നല്ലതാണ്. നമുക്ക് ഇവിടെ നോക്കാം. ടാറ്റ പവർ. ഓക്കെ, ടാറ്റ പവറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കൂ, ഈ ടാറ്റ പവറിൻ്റെ കേസിൽ വരുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഈ മാസമാണ് അല്ലേ, ഏകദേശം മെയ് ആണിപ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് സി പി ആർ ഈസ് ഈക്വൽ ടു, അതായത് ഈ സി പി ആർ ഈസ് ഈക്വൽ ടു എബോ ദ പ്രീവിയസ് സി പി ആർ. പ്രീവിയസ് എന്ന് വെച്ചാൽ ഏതാണ്? ജൂൺ ആണ്. അതായത് വൺ സെക്, ഇതെന്ന് പറയുന്നത് ഏപ്രിലാണ്, ഇപ്പോഴത്തെ മാസം മെയ് ആണ്. ഓക്കെ, അപ്പോൾ ഏപ്രിലെ സി പി ആർ എന്ന് പറയുന്നത് ഇതാണല്ലോ. അപ്പോൾ ഇതിനേക്കാൾ മേളിലാണ് ഇപ്പോഴത്തെ സി പി ആർ. അതുപോലെ ക്യാൻഡിൽസ് ഇതിനടുത്തോട്ട് വന്ന ഒരു ക്യാൻഡിലാണ് ഇത്. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ മാർക്ക് ചെയ്തു, ഈ ഒരു ക്യാൻഡിലാണ് അല്ലേ. ഇതിലേതായാലും മതി, ഇപ്പോൾ ഈ ക്യാൻഡിലായാലും ഏത് ക്യാൻഡിലായാലും മതി. നമുക്ക് ഈ ഒരു ഇതിനടുത്തായിട്ട് വന്നു. അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്കത് റൈഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഏകദേശം 191 സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഇപ്പോൾ നിൽക്കുന്നത് 203 ആണ്. അതായത് നമുക്കൊരു 201 അല്ലെങ്കിൽ 200 റേഞ്ചിൽ നമുക്ക് എൻട്രി എടുത്താൽ ഒരു 191 അല്ലെങ്കിൽ 191 സ്റ്റോപ്പ് ലോസ് വെച്ചതിന് ശേഷം ഇത് റൈഡ് ചെയ്യാം. ഇത് വളരെ റെയറായിട്ട് മാത്രമേ, ഇതൊരു ലൈവ് ചാർട്ടാണ്, ഇത് കഴിഞ്ഞിട്ടില്ല, ഇത് നടക്കാൻ പോകുന്നേ ഉള്ളൂ. ഇന്ന് 9/5/2023 ആണ്, ഇതാണ് ഇന്നത്തെ ഡേറ്റ് ആണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു 200 എന്താ പറയുക 200 അല്ലെങ്കിൽ 203 ആയാൽ പോലും കുഴപ്പമില്ല. അവിടെ ഒരു എൻട്രി എടുത്തിട്ട് ഈ ഒരു 191 സ്റ്റോപ്പ് ലോസ് വെച്ച് നമ്മൾ മാക്സിമം റൈഡ് ചെയ്യും. റൈറ്റ്, അത് ഇനി നിങ്ങൾക്കിത് എന്താ പറയുക, നമ്മുടെ ക്ലാസ്സിൽ കയറുമ്പോൾ നമുക്കിതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു കോൾ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിലും അതുപോലെ തന്നെ പബ്ലിക് ഗ്രൂപ്പിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് റെഫർ ചെയ്യാം. ഞാൻ ഒരിക്കൽ കൂടെ പറയാം. എന്താ പറയുക, കറണ്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ചാർട്ട് എന്ന് പറയുന്നത് ഹെക്കിനാഷി ചാർട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ സി പി ആർ എന്ന് കറണ്ട് മന്ത് സി പി ആർ ഷുഡ് ബി എബോവ് പ്രീവിയസ് മന്ത് സി പി ആർ ആൻഡ് ദർ ഷുഡ് ബി എ റീട്രേസ്മെൻറ്റ് ഓർ പുൾ ബാക്ക് നിയർ ടു അവർ സി പി ആർ. അതായത് ഈ കറണ്ട് മന്ത് സി പി ആറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അതിനോട് അടുപ്പിച്ചിട്ട് ഒരു എൻട്രി വേണം നമുക്ക്. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് വയ്ക്കുന്നത് ആ സി പി ആറിന് താഴെയോ അല്ലെങ്കിൽ തൊട്ട് മുന്നത്തെ സി പി ആറിന് താഴെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. തൊട്ട് മുന്നത്തെ ആയിരിക്കും സേഫ്, കാരണം ഇത് മാർക്കറ്റ് ചെറിയ ഫ്ലക്ച്വേഷൻ ഉണ്ടായാൽ ഈ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തൊട്ട് മുന്നത്തെ മാസത്തെ സി പി ആറിന് താഴെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. അപ്പോൾ അത് ഒരു 80% അത് സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. എന്നാൽ വലിയൊരു ക്രാഷോ റിസഷനോ ഒക്കെ വന്നാൽ ഒരു പക്ഷേ പോയേക്കാം, എങ്കിൽ അവിടെയും നിൽക്കത്തില്ല, അത് വീണ്ടും താഴെ മൂക്കിടിച്ച് വീഴും. റൈറ്റ്, അപ്പോൾ ഇതാണ് നമ്മുടെ സി പി ആർ ബേസ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇനി ഒരിക്കൽ കൂടി നമുക്കിവിടെ റീവിസിറ്റ് ചെയ്യാം. അപ്പോൾ ഫൈൻഡ് ആൻ അപ് ട്രെൻഡ് സ്റ്റോക്ക്, ഒരു അപ് ട്രെൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് കാണുക, അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള കേസ്. രണ്ടെന്ന് പറയുന്നത് യൂസ് ഹെക്കിനാഷി ഇൻസ്റ്റെഡ് ഓഫ് ക്യാൻഡിൽസ്, ഹെക്കിനാഷി യൂസ് ചെയ്യുക. മൂന്നെന്ന് പറയുന്നത് കറണ്ട് മന്ത് സി പി ആർ ഷുഡ് ബി എബോവ് പ്രീവിയസ് മന്ത് സി പി ആർ. അതുപോലെ തന്നെ നാലെന്ന് പറയുന്നത്, അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നാലെന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 1 or 2 ബാക്ക് ടു ബാക്ക് ഹയർ ഹൈ സി പി ആർ, കറണ്ട് സി പി ആർ തൊട്ട് മുന്നത്തെ സി പി ആറിനേക്കാളും മേളിലായിരിക്കണം. അറ്റ്ലീസ്റ്റ് 1 or 2 അത്തരത്തിലുള്ള സി പി ആർ ഉള്ളത് വളരെ നല്ലതാണ്. അടുത്തെന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി അസെൻഡിങ് സി പി ആർ ഓർ ഡിസെൻഡിങ് സി പി ആർ. എനിവേ നമ്മൾ ഡിസെൻഡിങ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് അസെൻഡിങ് മതി. സി പി ആർ മേളിലോട്ട് കയറി പോകുന്നത് മതി, കാരണം നമ്മൾ ലോങ് എൻട്രിയാണ് എടുക്കുന്നത്. എനിവേ ലോങ് ഓൺ അസെൻഡിങ് സി പി ആർ ആൻഡ് ഷോർട്ട് ഓൺ ഡിസെൻഡിങ് സി പി ആർ. എനിവേ നമ്മൾ ലോങ് കൺസിഡർ ചെയ്യുക, ബിക്കോസ് വി ആർ കൺസിഡറിങ് ഓർ വി ആർ worry about only ascending CPR. Entry should be during the retracement back to the monthly CPR. ആ മന്ത്ലി സി പി ആറിനോട് അടുപ്പിച്ചൊരു റീട്രേസ്മെൻറ്റ് വരുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ബിലോ ഓർ എബോ ദി മന്ത്ലി സി പി ആർ ഓർ സെൻട്രൽ പിവറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോൾ ബി എല്ലിൻ്റെ കേസിലാണെങ്കിൽ പോലും നമ്മൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം, ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചതിന് ശേഷം അത് മാക്സിമം റൈഡ് ചെയ്യുക. റൈറ്റ്, പക്ഷേ ഇവിടെയൊന്നും നമ്മൾ എൻട്രി എടുക്കത്തില്ല, കാരണം ഈ സി പി ആറിന് താഴെയാണ്. ഇവിടെ നമ്മൾ എൻട്രി എടുക്കത്തില്ല, കാരണം തൊട്ട് മുന്നത്തെ സി പി ആർ എന്ന് പറയുന്നത് കറണ്ട് സി പി ആറിൻ്റെ മേളിലാണ്. അതുപോലെ നമുക്ക് എവിടെ വെച്ച് വേണമെങ്കിലും ആ ഒരു പോളിസി അപ്ലൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. റൈറ്റ്, അടുത്ത് നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇനി ഇത് നമ്മുടെ എന്താ പറയുക, സെറോഥയിലെ ചാർട്ട് ഐക്യൂലാണെങ്കിൽ, കാരണം ഈ സി പി ആർ എന്ന് പറയുന്നത് ചാർട്ട് ഐക്യൂല് മാത്രമേ ഉള്ളൂ. സെറോഥയുടെയും അപ്സ്റ്റോക്സിലോ ഒന്നും അല്ലെങ്കിൽ ഏഞ്ചലിൻ്റെ ഒക്കെ നമുക്ക് എന്താ പറയുക ട്രേഡിംഗ് വ്യൂ കിട്ടുമെങ്കിലും അവിടെ ഈ ഒരു കസ്റ്റമൈസ്ഡ്, അതായത് ട്രേഡിംഗ് വ്യൂ പോലെയുള്ള ഇതുപോലുള്ള മനോഹരമായ ചാർട്ട് കിട്ടില്ല, സി പി ആർ കിട്ടില്ല. അവിടെ ചാർട്ട് ക്യൂ ഉപയോഗിച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടും. അപ്പോൾ ഇതിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇവിടെ വെച്ച് 226 ആണ്. റൈറ്റ്, അപ്പോൾ
226-ൽ നമ്മളൊരു എൻട്രി എടുക്കാൻ നോക്കിയാൽ പറ്റില്ല, കാരണം അത് CPR-ന് താഴെയാണ്. ഇവിടെ ഒന്നും എൻട്രി എടുക്കരുത്, എങ്കിൽ നമ്മൾ അതിനേക്കാളും എന്താ പറയുക, ഡാമിൽ നിന്ന് ചാടി വെള്ളത്തിലോട്ട് പോവുക. ഇവിടെ എൻട്രി എടുക്കത്തില്ല, കാരണം CPR-ന് താഴെയാണ്. ഇവിടെ എടുക്കത്തില്ല, കാരണം CPR-ന് മിഡിൽ ഒരു ഇൻഡിസിസീവ് ആണ്. ഇവിടെ എൻട്രി എടുക്കുമോ? ഇല്ല, കാരണം തൊട്ട് മുന്നത്തെ CPR എന്ന് പറയുന്നത് ഇപ്പോഴത്തെ CPR-ന് മേളിലാണ്. അപ്പോൾ അവിടെ എടുക്കത്തില്ല, ഇവിടെ ഒരിക്കലും എടുക്കത്തില്ല. ഇവിടെ എടുക്കുമെന്ന് വെച്ചാൽ ഇല്ല, കാരണം പ്രീവിയസ് CPR എന്ന് പറയുന്നത് ഈ CPR-ന് താഴെയാണ്. എന്നാൽ ഇവിടെയാണ് നമുക്കൊരു നല്ലൊരു എൻട്രി കിട്ടിയിട്ടുള്ളത്, ബിക്കോസ് ദ പ്രീവിയസ് CPR is below the current CPR, and the current candlestick is taking or getting an entry near to the current month CPR, and the volume is good, or on balance volume is good. പിന്നെന്താ പറയുക, എൻ്റെ റിസൾട്ട് ഓക്കെ ആണ്, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ഒരു ചെക്ക് ലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ആ ചെക്ക് ലിസ്റ്റിലൂടെ ഒന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ടാറ്റ പവർ കൊടുത്തു, ഈസ് വോളിയം ഗുഡ്? യെസ്. ഇവിടെ ഞാനൊരു ചെക്ക് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്, നമുക്ക് യെസ് ഓർ നോ കൊടുക്കാം. ഇനി വോളിയം ഇല്ലെങ്കിൽ നമ്മളിവിടെ നോ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ യെസ് കൊടുക്കുന്നു, ബിക്കോസ് വോളിയം നല്ലതാണ്, അല്ലെങ്കിൽ ഓൺ ബാലൻസ് വോളിയം ഗുഡ് ആണ്. ഇവിടെ ഓൺ ബാലൻസ് വോളിയമാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾ വോളിയം നോക്കി മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ഓൺ ബാലൻസ് വോളിയം എടുത്താലും അത്യാവശ്യം നല്ലൊരു ഓൺ ബാലൻസ് വോളിയമാണ്, റൈറ്റ്? അപ്പോൾ നമ്മുടെ ഓൺ ബാലൻസ് വോളിയം ഓക്കെയാണ്. ഈസ് ഇറ്റ് എബോവ് CPR? ഓഫ് കോഴ്സ് ഇറ്റ്സ് എബോവ് CPR, റൈറ്റ്? അപ്പോൾ നമ്മൾ അവിടെ യെസ് കൊടുത്തു. ഈസ് ഇറ്റ് ലേറ്റസ്റ്റ് റിസൾട്ട് ഗുഡ്? അത്യാവശ്യം നല്ല റിസൾട്ടാണ്, നമ്മളവിടെ യെസ് കൊടുത്തു. ഈസ് ഇറ്റ് നിയർ ടു റീട്രേസ്മെൻറ്റ് ആണോ എന്ന് നോക്കാം. യെസ്, ഇവിടെ ഒരു റീട്രേസ്മെൻറ്റ് കിട്ടി, ഏകദേശം അടുത്താണ്. ഒരുപാട് അകലെയാണെങ്കിൽ, അതായത് CPR നിന്ന് ഒരുപാട് അകലെയാണെങ്കിൽ നമ്മൾ എൻട്രി എടുക്കത്തില്ല. CPR-നോട് അടുത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മളൊരു എൻട്രി എടുക്കും. അപ്പോൾ എന്താണ്, ഈസ് ഇറ്റ് നിയർ റീട്രേസ്മെൻറ്റ്? യെസ് ആണ്. RSI എബോവ് 50, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അതുകൂടെ കൊടുക്കാം, ഒരു എക്സ്ട്രാ കൺഫർമേഷന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം RSI എത്രയാണെന്ന്. പക്ഷെ അതൊരു അത്യാവശ്യമില്ല, ഒരു ഡബിൾ കൺഫർമേഷൻ വേണമെങ്കിൽ നിങ്ങൾ കൊടുക്കാവുന്നേ ഉള്ളൂ. നമുക്ക് RSI നോക്കാം. RSI ഓക്കെ, ഇവിടെ RSI വരുന്നത് യെസ് 61 ഉണ്ട് അല്ലേ? RSI 61 ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ അതൊരു കൺഫർമേഷൻ ആയിട്ട് കൊടുക്കാം. യെസ്. എഗെയിൻ നമ്മളുടെ ഒരു CPR ആണ്, പക്ഷേ എന്താ പറയുക, ഒരു അഡീഷണൽ കൺഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഡബിൾ കൺഫർമേഷന് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളിലൂടെ കൺസിഡർ ചെയ്യുന്നത്. ഈസ് ഇറ്റ് എബോ 30-day EMA? 30-day EMA അതിവിടെ നോക്കട്ടെ. അപ്പോൾ ഇവിടെ സ്റ്റഡീസിൽ പോയിട്ട് മൂവിങ് ആവറേജ് കൊടുക്കുക. അതിൽ നമുക്ക് 30 കൊടുക്കുക, എക്സ്പോണൻഷ്യൽ കൊടുക്കുക. വളരെ സിമ്പിളാണ്. സ്റ്റഡി പോയി അവിടെ പീരീഡ് 30 കൊടുത്തു, ടൈപ്പ് എക്സ്പോണൻഷ്യൽ കൊടുത്തു. ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, നമുക്കിവിടെ ഒരു ഗ്രീൻ കൊടുക്കാം, ഡൺ കൊടുക്കുക. യെസ്, അത് 30-day മൂവിങ് ആവറേജിന് മുകളിലാണ് അല്ലേ? അപ്പോൾ ഇത്രയൊക്കെ നോക്കി എന്തായാലും നമുക്ക് വലിയ തെറ്റില്ലാതെ സ്റ്റോക്ക് എടുക്കാൻ പറ്റും, നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥ. ഇതിലേതെങ്കിലും ഒന്ന് റെഡ് ആണെങ്കിൽ ഒന്ന് മാറി ചിന്തിക്കുക. ഇനി നമുക്ക് ഇനി നിങ്ങൾ വിചാരിക്കും നമ്മൾ എങ്ങനെയാണ് ഈ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുന്നതെന്ന്. ഞാൻ ഒരുപാട് നോക്കിയിട്ട് നമുക്കൊരു എന്താ പറയുക, വളരെ പ്രിസൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ക്രീനറൊന്നും കിട്ടിയിട്ടില്ല. ഇവിടെ ഞാനൊരു 1-2 സ്ക്രീനേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, നോക്കട്ടെ. യെസ്, ഞാൻ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം. ഇതിൽ അത്യാവശ്യം നല്ല, ഇത് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്കിവിടെ തന്നെ ഏകദേശം 125 സ്റ്റോക്ക് ഉണ്ട്. അതിൽ നിന്ന് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിൽ ഓരോന്നായിട്ട് നോക്കേണ്ടി വരും, അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. ഇതിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് നല്ലൊരു സ്റ്റോക്കാണ്. ഇനി നമ്മളത് പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തു. കോൾ ഇന്ത്യ, SRF ലിമിറ്റഡ്. SRF നോക്കാം, അതിൻ്റെ റിസൾട്ട് വന്നോന്ന് അറിയില്ല. ഇനി SRF നോക്കാം. SRF അത്യാവശ്യം ഓക്കെയാണ്. പക്ഷേ ഇതിൻ്റെ കേസിൽ എന്താ പറയുക, കറണ്ട് മന്ത് CPR ഈസ് എബോ പ്രീവിയസ് മന്ത് CPR. പക്ഷെ നമുക്ക് ഇതിനവിടെ അടുത്തൊരു എൻട്രി കിട്ടണം, 2455. അപ്പോൾ ഒരു 2455 അല്ലേ, 2450 അറ്റ്ലീസ്റ്റ് ഒരു 2500 എങ്കിലും വന്നാൽ നമുക്കൊരു റീട്രേസ്മെൻ്റ് ആയിരിക്കും കൺസിഡർ ചെയ്ത് എൻട്രി എടുക്കുക. ഇതിന് താഴെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം, റൈറ്റ്? അതൊരു ഓപ്ഷനാണ്. പക്ഷെ എന്തായാലും ഇത് ഒരുപാട് കയറിപ്പോയി. നമുക്ക് വേറെ നോക്കാം. വേറെ ഇതാ നോക്കുക, ഇന്ത്യൻ ഓയിൽ, പിഡിലൈറ്റ്, അദാനി, നാഷണൽ അലുമിനിയം, ടാറ്റ മോട്ടോഴ്സ്, നാഷണൽ അലുമിനിയം നോക്കാം. നാഷണൽ അലുമിനിയം, ലോറസ് ലാബ്സ്.
നാഷണൽ അലുമിനിയം നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം എന്താ പറയുക, ഇവിടെ ആ ഒരു CPRന് മേളിൽ ഒരു എന്താ പറയുക ഒരു കമാൻഡിങ് ആയിട്ട് ഒരു എൻട്രി നമുക്ക് കിട്ടിയിട്ടില്ല. ഈ കറണ്ട് CPR പ്രീവിയസ് CPRന് മേളിലാണ്, പക്ഷെ നമുക്കൊരു കമാൻഡിങ് ഇതായിട്ട് കിട്ടിയിട്ടില്ല. ഒരു ഒരു രസകരമായിട്ടുള്ള എൻട്രി അല്ല. സോ അത് വിട്ടേക്കാം. നമുക്കിനി ടാറ്റാമോട്ടോസ് ഒരുപാടും കയറിപ്പോയി. അടുത്ത് നോക്കാം. IDFC ഫസ്റ്റ് ബാങ്ക് നോക്കാം നമുക്ക്. IDFC ഫസ്റ്റ് ബാങ്ക് നല്ല റിസൾട്ട് ആയിരുന്നു. IDFC ഫസ്റ്റ് ബാങ്ക് അത് CPRന്ന് ഒരുപാട് കയറിപ്പോയി. 1 sec. ഇതിപ്പോൾ ഈ ഒരു CPRന് ഒരു എന്താ പറയുക 58 ഒരു 60 ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്കിവിടെ എൻട്രി എടുക്കാം. വേറെ നിസാര ടെക്നോളജീസ് അത് അത്യാവശ്യം നല്ല എന്താ പറയുക, നമുക്കിവിടെ നിന്ന് റൈറ്റ് ചെയ്ത് നോക്കാം. CPRന് മേളിലാണ്. എന്താ പറയുക, current CPR is above previous min CPR and stock is above 30-day moving average, and we are getting some retracement near to current one CPR. അതിന് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് 541, ഇപ്പോൾ ഏകദേശം ഒരു 555 അല്ലേ, 560 അല്ലെങ്കിൽ 550 ആയാലും പ്രശ്നമല്ല. ഒരു 555 ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു 539 അല്ലെങ്കിൽ 518 അതായിരിക്കും കുറച്ചുകൂടെ സേഫ്. 518 ഒരു സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് മാക്സിമം റൈഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു സ്റ്റോക്ക് തന്നെ നിങ്ങൾ കൺസിഡർ ചെയ്താൽ നസാര ടെക്നോളജീസ് അത്യാവശ്യം നല്ല റിസൾട്ട് ആണെന്ന് തോന്നുന്നു. നസാര, ലെറ്റ് മീ ചെക്ക്. അത്യാവശ്യം സെയിൽസ് ഓക്കെയാണ്. ഇയർ ഓവർ ഇയർ സെയിൽസ് 60% എല്ലാം ഓക്കെയാണ്. 1 sec. സെയിൽസ്, EBIDT, നെറ്റ് പ്രോഫിറ്റ്, EPS എല്ലാം ഓക്കെയാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഇവിടെ നസാര. ഓക്കെ, നസാര ടെക്നോളജി കറണ്ട്. ഞാനത് റിപ്പീറ്റ് ചെയ്തു പല പ്രാവശ്യം. കറണ്ട് മന്ത് CPR പ്രീവിയസ് CPRനേക്കാളും മേളിലാണ്. സ്റ്റോക്ക് എന്താ പറയുക, നമ്മുടെ കറണ്ട് CPRന് അടുത്തൊരു റിട്രേസ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 30-day മൂവിങ് ആവറേജ് ആണ്. അതുപോലെ തന്നെ അതൊരു അത്യാവശ്യം മികച്ച വോളിയം ഉണ്ട്. ഓൺ ബാലൻസ് വോളിയം ഒക്കെയാണ്. നമുക്കിവിടെ ഒന്ന് കൺഫേം ചെയ്യാം. നസാര ടെക്നോളജീസ്, അത്യാവശ്യം മികച്ച ഓൺ ബാലൻസ് വോളിയമാണ്. റൈറ്റ്. സി the current CPR is above the previous CPR, so that's up, and stock is in uptrend. That is point number 2. The volume is good and the on balance volume is good. അതുപോലെ തന്നെ എന്താ പറയുക, RSI is above 60. Result is good. അപ്പോൾ നമ്മളിവിടെ തീർച്ചയായിട്ടും ഇതിനടുത്ത് എവിടെയെങ്കിലും ഒരു എൻട്രി എടുത്തതിന് ശേഷം ഇവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക, എന്നിട്ട് റൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നോട്ട് ഡൗൺ ചെയ്യൂ. നസാര ടെക്നോളജീസ് ആണ് മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിവിടെ നമുക്ക് കിട്ടിയത് 1 sec. ഓക്കെ, എനിവേ നമ്മുടെ ആ റിസൾട്ട് ബേസ് ചെയ്തിട്ടെടുത്ത ഒരു സ്റ്റോക്കാണ് ഇത്. ഈ ഒരു സ്ക്രീനറിൽ നിന്നാണ് നമുക്കിത് കിട്ടിയത്. ഞാനത് ഷെയർ ചെയ്യാം. എന്താ പറയുക, ലേറ്റസ്റ്റ് ക്വാർട്ടർലി റിസൾട്ട്സ് എന്ന് പറയുന്ന ഈ സ്ക്രീനറിൻ്റെ ഈ ഒരു സ്ക്രീനിൽ നിന്നാണ് ആ ഒരു സ്റ്റോക്ക് കിട്ടിയത്. മറ്റു ചില സ്റ്റോക്കുകൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. പക്ഷേ ഇതിലെല്ലാം നമുക്ക് കറക്റ്റ് ആവണമെന്നില്ല. അത്യാവശ്യം നല്ലത് നോക്കി, ഒരുപാട് CPRൽ നിന്ന് ഒരുപാട് മുന്നോട്ട് പോകാത്തതും CPRന് അടുത്തൊരു റീട്രേസ്മെൻറ്റ് എടുക്കുന്നതും ബാക്കിയുള്ള കണ്ടീഷൻസ് ഫുൾഫില്ല് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണിത്. അപ്പോൾ നിങ്ങളിത് വർക്കൗട്ട് ചെയ്യുക, എന്താ പറയുക, പ്രാക്ടീസ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നൊരു ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. വേറൊരു എന്താ പറയുക, നമ്മളിപ്പോൾ ഏകദേശം ഒരു 3-4 സ്ട്രാറ്റജീസ് ഈ ഒരു കോഴ്സിൽ ഡിസ്കസ് ചെയ്യും. പക്ഷേ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു സ്ട്രാറ്റജി പഠിക്കുകയാണെങ്കിൽ അതിൽ തന്നെ മാസ്റ്റർ ആവാൻ ശ്രമിക്കുക. എല്ലാം ഒരുമിച്ച് പഠിക്കുക. അത് ആദ്യം ഇത് നോക്കുക. ഇത് അത്യാവശ്യം വളരെ വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ സക്സസ് റേറ്റ് വളരെ കൂടിയതുമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ നിങ്ങളിത് വർക്കൗട്ട് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ സ്കെയിലപ്പ് ചെയ്യുക. ആദ്യം 10-20 ക്വാണ്ടിറ്റി ചെയ്യുക, അല്ലെങ്കിൽ 30-10-30 ക്വാണ്ടിറ്റി ചെയ്യുക.
ഈ ഒരു എന്താ പറയുക ചെക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അത് ഫോളോ ചെയ്യുക, അതിൽ തന്നെ ഓരോന്നും ഫില്ല് ചെയ്ത് പോവുക. നമുക്ക് എല്ലാം ഗ്രീൻ കിട്ടുകയാണ്, അല്ലെങ്കിൽ അത്യാവശ്യം 1 2 3 4 5 6 അതിൽ ഒരു 4 5 എങ്കിലും ഗ്രീൻ കിട്ടിയാൽ, അല്ലെങ്കിൽ അത്യാവശ്യം എല്ലാം ഗ്രീൻ കിട്ടിയാൽ അത്രയും നല്ലത്, എങ്കിൽ മാത്രം എൻട്രി ആയിട്ട് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ അവിടെ വെച്ച് നിർത്തിയിട്ട് അടുത്ത സ്റ്റോക്ക് സെർച്ച് ചെയ്യുക. റൈറ്റ്. നമുക്ക് വേറൊരു സ്റ്റോക്ക് നോക്കണമെങ്കിൽ ഒരു സ്ക്രീനർ, നമുക്ക് എല്ലാം തികഞ്ഞ ഒരു സ്ക്രീനേഴ്സ് കിട്ടാൻ പാടാണ്. പക്ഷെ നമ്മൾ അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് എടുക്കേണ്ടിയിരിക്കുന്നു. അത് കുറച്ച് കഴിയുമ്പോൾ ബൈ പ്രാക്ടീസ് നമുക്ക് അറിയാൻ സാധിക്കും. ഓരോന്നിൻ്റെ ലെവൽസ് തന്നെ നമുക്ക് കാണാപ്പാടാവും. അടുത്ത് നമുക്ക് നമ്മുടെ എന്താ പറയുക ആന്ധ്ര പേപ്പർ. ആന്ധ്ര പേപ്പർ അത്യാവശ്യം നല്ല റിസൾട്ട് ആയിരുന്നു. നമുക്കിവിടെ നോക്കാം. ആന്ധ്ര പേപ്പർ അത്യാവശ്യം നല്ല റിസൾട്ടാണ്. അപ്പോൾ നമുക്കത് ആന്ധ്ര പേപ്പർ ഇവിടെ നോക്കാം. ആന്ധ്ര പേപ്പർ നോക്കുമ്പോൾ കറണ്ട് CPR ഈസ് ഈക്വൽ ടു എബോ പ്രീവിയസ് മന്ത് അല്ലേ. അപ്പോൾ കറണ്ട്, ഇത് നമ്മുടെ കറണ്ട് CPR ആണ്, ഇത് പ്രീവിയസ് മന്ത് CPR ആണ്. അപ്പോൾ കറണ്ട് CPR ഈസ് എബോ പ്രീവിയസ് മന്ത് CPR. അതുപോലെ സ്റ്റോക്ക് ഒരു അപ് ട്രെൻഡിലാണ്. അതിനുശേഷം നമുക്ക് എൻട്രി എടുക്കേണ്ടത് ഇപ്പോൾ ഏതാണ്, ഇപ്പം നിൽക്കുന്നത് ഏകദേശം CPR എന്ന് പറഞ്ഞാൽ 446 ആണ്. അറ്റ്ലീസ്റ്റ് നമുക്കൊരു 450 അല്ലെങ്കിൽ 455 എങ്കിലും വന്നാൽ നമുക്കിവിടെ ഒരു എൻട്രി എടുത്തിട്ട് ഇതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ്, അല്ലെങ്കിൽ 450, ഇത് ഒരുപാട് താഴെയാണ് സ്റ്റോപ്പ് ലോസ്, സോ അത് അവോയ്ഡ് ചെയ്യുക. ഇതിന് താഴെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്കിത് റൈഡ് ചെയ്യാം. അപ്പോൾ ഇതും അഗെയിൻ കറണ്ട് മന്ത് CPR ഈസ് എബോവ് പ്രീവിയസ് മന്ത് CPR. പിന്നെ സ്റ്റോക്ക് ഈസ് ട്രേഡിംഗ് എബോവ് 30-day മൂവിങ് ആവറേജ് ആൻഡ് വോളിയൂം ഈസ് വെരി നൈസ് ആൻഡ് വൺ ബാലൻസ് വോളിയൂം ഓൾസോ ഗുഡ്. പിന്നെന്താ പറയുക, ഒരു റീട്രേസ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് ചെറിയൊരു കറക്ഷൻ തരുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ എടുത്താൽ പോലും കുഴപ്പമില്ല. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടെ നമ്മൾ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു സ്ട്രാറ്റജിക്ക് അനുസരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നല്ലൊരു റിട്ടേൺ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു CPRനോട് അടുത്ത് റീട്രേസ്മെൻറ്റ് കിട്ടുമ്പോൾ എൻട്രി എടുക്കുക. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഫൈൻഡ് ആൻഡ് അപ് ട്രെൻഡ് സ്റ്റോക്ക്. നമ്മൾ കണ്ടുപിടിച്ചു, നമ്മുടെ അപ് ട്രെൻഡ് ആയിട്ടുള്ള സ്റ്റോക്ക് കണ്ടു. കറണ്ട് മന്ത് CPR should be above previous month CPR, at least 1 or 2 back-to-back higher high CPR. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അത് ഇറ്റ് ക്യാൻ ബി അസെൻഡിങ് ഓർ ഡിസെൻഡിങ്. അത് ഡിസെൻഡിങ് വിട്ടുള്ളൂ, നമ്മൾ അസെൻഡിങ് CPR ആണ് എടുക്കേണ്ടത്. ലോങ് ഓൺ അസെൻഡിങ് CPR ആൻഡ് ഷോർട്ട് ഓൺ ഡിസെൻഡിങ് CPR. ഇനി താഴോട്ടുള്ള CPR താഴോട്ട് വരികയാണെങ്കിൽ അത് ഷോർട്ടിങ്ങിന് ഉപയോഗിക്കാം, പക്ഷെ നമ്മളിവിടെ അത് കവർ ചെയ്യുന്നില്ല. റൈറ്റ്. എൻട്രി ഷുഡ് ബി ഡ്യൂറിംഗ് ദ റീട്രേസ്മെന്റ് ബാക്ക് ടു ദി മന്ത്ലി CPR. കറണ്ട് മന്ത് CPRനോട് അടുത്ത് സ്റ്റോക്ക് ഒന്ന് പുൾ ബാക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ റീട്രേസ്മെന്റ് എടുക്കുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമ്മുടെ CPRന്റെ താഴെയായിരിക്കും. ഓക്കെ. അതായത് നമ്മളിപ്പോൾ ലോങ് പോകുന്നതുകൊണ്ട് നമ്മൾ എടുക്കുന്ന CPRന്റെ താഴെയായിരിക്കും. ഇതിന് താഴെ ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. അങ്ങനെ റൈഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് CPR ബേസ്ഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് വർക്കൗട്ട് ചെയ്യുക. ഞാൻ ഈ ടെംപ്ലേറ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് ഒരു 10 സ്റ്റോക്ക് ഇതിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ട് അതിലെവിടേക്കാണോ ഗ്രീൻ കിട്ടുന്നത് അത് മാത്രം എടുക്കുക. അതിൻ്റെ റിസൾട്ട് വെറും 10 സ്റ്റോക്ക് വെച്ച് മാത്രം ട്രേഡ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ഷെയർ ചെയ്യുക. ഈ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. എന്നാലത് ഒരു പുച്ഛിച്ച് തള്ളിയാൽ അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവത്തില്ല. സോ വളരെ കോഷ്യസ് ആയിട്ടും, വളരെ എന്താ പറയുക, ഒരു പാഷനബിളായിട്ടും ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. റിസൾട്ട് ഉണ്ടാകും. അപ്പോൾ ഇതാണ് നമ്മുടെ CPRും അതുപോലെ തന്നെ പിവട്ടും, അതുപോലെ തന്നെ സ്വിംഗ് സ്ട്രാറ്റജി യൂസിങ് CPR എന്ന് പറയുന്നത്, അല്ലെങ്കിൽ CPR ബേസ്ഡ് സ്വിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക, നല്ലൊരു റിസൾട്ട് കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ കാണുന്നവരെ ഗുഡ് ബൈ.